ടൂറിന് പോവല്ലേ? നീ ഇപ്പൊ സ്കൂളിൽ പോകാൻ എനിക്ക് പോകാൻ നോക്കുമ്പോ വിചാരിക്കും ഇല്ല. നിന്റെ ഫോൺ കുറെ നേരം ഇരുന്ന് അടിക്കുന്നു. ആരാന്ന് പേരൊന്നുമില്ല. എടുക്കെടുക്ക് നമ്പറാണോ? ആ ചിപ്സിങ് താടി കാണു കാണോ. ഹലോ, അതെ അവന്തിക്കാണ്. ആരാണ് പറഞ്ഞു സർ? എന്താടി എഴുന്നേക്ക്. ഗെയിമിന് വല്ല അറ്റാക്കാണോ എടി? എന്താ പറ്റിയ? എന്തുപറ്റി? ചാരു എന്തോടി? എടി ചാരു, എടി എല്ലാം പോയടി. എടി ഇനി ഞാൻ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കേണ്ടി വരുമോടി ചാരു? അയ്യോ ചുമ്മാ പിച്ചുമ്മേ മരന്മാരൊക്കെ എന്താന്ന് പറയടി. കണ്ടാ പിങ്കി ഇല്ലേ? പിങ്കി അവള് സൂയിസൈഡ് ചെയ്തടി. പിങ്കി സൂയിസൈഡ് എന്നാ? എടി കുറച്ചു മുന്നേ ഇവിടെ നിന്ന് ഇറങ്ങി പോയല്ലേ ഉള്ളൂ. എനിക്ക് അറിഞ്ഞൂടടി. അയ്യോ എന്റെ കൈകാലം മറിച്ചിട്ട് വയ്യ ചാരു. നമ്മളിനി എന്ത് ചെയ്യും ഈശ്വര? എനിക്കൊന്നും ആലോചിക്കാൻ വയ്യ എന്റെ ഭഗവാനെ. നിന്നെ ആരെ വിളിച്ചു പറഞ്ഞ? പോലീസാ ഇപ്പൊ വിളിച്ചത്. ഭഗവാനെ പിങ്കി ആയിരിക്കോ? എടി പിങ്കി തന്നെ അവര് പറഞ്ഞത്. അവള് മരിക്കുന്നതിന് മുമ്പ് ഒരു ലെറ്റർ എഴുതി വെച്ചു. മരിക്കാൻ കാരണം ഞാനത്. അതിനകത്ത് വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അതിനകത്തുള്ള നമ്പറും പേരും കൊണ്ട് അവരിപ്പോ എന്നെ കോണ്ടാക്ട് ചെയ്തത്. അയ്യോ അവള് മരിക്കും മുന്നേ നിനക്ക് എട്ടിന്റെ പണിയാണല്ലോടി തന്നത്. വേറെ പണിയല്ലല്ലോടി എനിക്ക് തന്നത്. അവള് ഇവിടുന്ന് പോവാൻ നേരത്തെ പറഞ്ഞിട്ടാ പോര് അവധികെ നിനക്കുള്ള പണി ഞാൻ തരുന്നു. പക്ഷെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു പണി ഞാൻ പ്രതീക്ഷിച്ചില്ല ചാരു. അങ്ങനെയാണെങ്കിൽ അവരെന്തായാലും ഇങ്ങ് എത്തൂടി ഇപ്പൊ. അയ്യോ എന്നിട്ട് എന്ത് നിന്നെ അറസ്റ്റ് ചെയ്തോണ്ട് പോകും? അയ്യോ അപ്പൊ നാട്ടുകാര് മുഴുവൻ കാണത്തില്ലേടി? അയ്യോ നാട്ടുകാർ കാണാണ്ടിരിക്കാൻ ഒരു വഴിയുണ്ട്. ഏത് വഴിയാ? ഷോളും കൊണ്ട് ഫേസ് മൊത്തം കെട്ടിയാ മതി. ബോഡി മണ്ടത്തരം പറയാതെ. അയ്യോ ഒരു തെറ്റും ചെയ്യാതെ എന്റെ നാട്ടുകാരെല്ലാം കൊലയാളിയായിട്ട് കാണത്തില്ലേ എന്റെ ഈശ്വര? എടി നീ അറിഞ്ഞിട്ട് ചെയ്തൊന്നും അല്ലല്ലോ. അമ്മാവാ അമ്മാവാ നീ കൈയിടാന്തേ അമ്മാവൻ അറിഞ്ഞോ? അറിഞ്ഞു മോളെ. ഞാൻ തൃപ്തിയായ നിനക്ക്? തൃപ്തിയായ? നീ ഒറ്റ ഒരുത്തി കാര്യമാണടി ആ കൊച്ചു ആത്മഹത്യ. നിനക്ക് സന്തോഷമായ? ഇപ്പൊ സന്തോഷമായ നിനക്ക്? എന്നോട് പറയാനോ? പിന്നെ എങ്ങനെ പറയാനോടി? ഇങ്ങനൊന്നും സംസാരിക്കല്ലേ. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഇങ്ങനെ സംസാരിക്കണം? നിന്റെ അഹങ്കാരം, നിന്റെ ഒറ്റ ഒരു അഹങ്കാരത്തിന് ദൈവം തന്ന ശിക്ഷയാണടി ഇത്. ദൈവം തന്ന ശിക്ഷ. അമ്മാവ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? എന്തോ ചെയ്യാൻ മോളെ. അവൾ മരിച്ചില്ല, ഇനി എന്ത് ചെയ്യാൻ? വേണ്ട, ആരൊന്നും പറയണ്ട. ഇത്രയും കാലം ആരും പറഞ്ഞു ചെയ്തൊന്നും ഇല്ലല്ലോ. ഇപ്പൊ എല്ലാം എന്റെ കുറ്റമല്ലേ? ഞാൻ ജയിലിൽ പോയിക്കോളാം. ഞാൻ ജയിലിൽ പോയി കിടന്നോളാം. എടി നിങ്ങൾ എന്തിനു മോളെ എല്ലാരും കൂടി ആ കൊച്ചിനെ ഇങ്ങനെ ടോർച്ചർ ചെയ്ത് കൊന്നത്? അമ്മാവനത് വിടമ്മാവാ. പോലീസ് വിളിച്ചിട്ട് അമ്മാവൻ്റെ അടുത്ത് എന്താ പറഞ്ഞേ? എന്റെ അടുത്ത് അങ്ങോട്ട് പോകാൻ പറഞ്ഞു. എനിക്ക് വയ്യാതെ കാണാൻ. രാവിലെ ഇവിടെ എന്റെ അടുത്ത് സംസാരിച്ചിട്ട് പോയ കൊച്ചാണ്. എന്റെ കൈയും കാലും ഒക്കെ വിറയ്ക്കും മോള്. അമ്മ പോയിട്ട് വാ. മോളൂടെ വാ. ഞാൻ വന്ന് എങ്ങനെ ശരിയാവും? അവന്തി ഇവിടെ ഒറ്റയ്ക്കല്ലേ. അമ്മ ചെല്ലും, ഞാനിവിടെ നിക്കാം.